നമസ്കാരം. നമ്മുടെ പ്രൊഫസർ പി.സി. ദേവസ്യ സാറിൻ്റെ ഒന്നാമത്തെ ചരമവാർഷിക ദിനത്തിൽ പുറത്തിറക്കിയ ദേവസ്മൃതി എന്നു പേരായ സ്മരണികയിൽ അദ്ദേഹത്തിൻ്റെ മകൻ പി.ഡി. ജോസ് എന്നയാൾ ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്. സാറിൻ്റെ ഓർമ്മകൾ, പിതാവിൻ്റെ ഓർമ്മകൾ പുതുക്കിക്കൊണ്ട്. അതിൽ ഒരു സ്ഥലത്ത് ഇവർ തമ്മിലുള്ളൊരു സംഭാഷണം വളരെ മനോഹരമായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട്. ഞാനതൊന്ന് വായിക്കാം. ഒരിക്കൽ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ജീവിതത്തിൽ വിജയിച്ചവർ ആരാണ്? പി.ഡി. ജോസ് എന്ന മകൻ ചോദിക്കുകയാണ് പിതാവായ ദേവസ്യ സാറിനോട്, ജീവിതത്തിൽ വിജയിച്ചവർ ആരാണ്? അതിന് കവിയുടെ മറുപടി ഇങ്ങനെയാണ്: ആർക്കും ജീവിതത്തിൽ വിജയിച്ചു എന്ന് അവകാശപ്പെടാൻ കഴിയുകയില്ല. കാരണം മനുഷ്യ ജീവിതത്തിന് പൂർണ്ണതയില്ല എന്നതാണ് കാരണം. എന്നാൽ പൂർണ്ണതയിലേക്കുള്ള പ്രയാണം ഒരു തുടർ കഥയായി നിലനിൽക്കുന്നുവെന്ന്. അപ്പോൾ ഇവിടെ പെർഫെക്ഷൻ, പരിപൂർണതയെക്കുറിച്ചാണ് സാർ സംസാരിച്ചത്. ഈ ജീവിതത്തിൽ ഒരിക്കലും പരിപൂർണത നേടൽ എന്നൊന്നില്ല. പക്ഷേ ഈ പരിപൂർണതയാവണം ജീവിത ലക്ഷ്യം എന്ന്. ഇത് വായിച്ചപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് വിൻസ് ലോംബാർഡി എന്ന ഒരു ചിന്തകനുണ്ടായിരുന്നു. അദ്ദേഹം ചിന്തകനായിരുന്നു, പക്ഷേ അദ്ദേഹം തൊഴിൽ കൊണ്ട് ഒരു സാഹിത്യകാരനൊന്നുമല്ല. അദ്ദേഹം ഒരു ഫുട്ബോൾ കോച്ചാണ്. കഴിഞ്ഞ നൂറ്റാണ്ടിലെ ഒരു പ്രസിദ്ധനായ അമേരിക്കൻ ഫുട്ബോൾ കോച്ചാണ് വിൻസ് ലോംബാർഡി എന്ന അദ്ദേഹത്തിനൊരു ഉദ്ധരണിയാണ് ഓർമ്മ വന്നത്. അദ്ദേഹം പറഞ്ഞു, ഈ പെർഫെക്ഷൻ ഈസ് നോട്ട് അറ്റൈനബിൾ. ഈ പരിപൂർണത നമുക്ക് കൈവരിക്കാനാവില്ല. ബട്ട് ഇഫ് യു ചേസ് പെർഫെക്ഷൻ, പക്ഷേ നിങ്ങൾ പരിപൂർണതയെ അനുധാവനം ചെയ്താൽ യു ക്യാച്ച് എക്സലൻസ് എന്ന്, നിങ്ങൾ ഉത്കൃഷ്ടതയെ പിടികൂടുമെന്ന്. പരിപൂർണതയെ ലക്ഷ്യം വെച്ചുകൊണ്ട് വേണം നിങ്ങൾ മുന്നോട്ട് പോകുവാൻ. അപ്പോൾ നിങ്ങൾക്ക് ഉത്കൃഷ്ടതയെ നിങ്ങൾക്ക് പിടികൂടാനാകുമെന്ന്. അപ്പോൾ പെർഫെക്ഷൻ എന്ന വാക്കുമായിട്ട് ദേവസ്യ സാറിൻ്റെ ജീവിതം ഇഴചേർന്നു കിടപ്പുണ്ട്. കാരണം അദ്ദേഹത്തിന് താൻ ഏർപ്പെട്ട എല്ലാ കാര്യങ്ങളിലും പെർഫെക്ഷൻ വേണമെന്ന് നിർബന്ധമുണ്ടായിരുന്നു. ഒരു വിരുദ്ധതയായിട്ട് പോലും തോന്നാം. കാരണം ആ സാറാണ് പറയുന്നത് പെർഫെക്ഷൻ എന്നത് ജീവിതത്തിൽ നമുക്ക് നേടിയെടുക്കാനാവില്ല എന്ന്. പക്ഷേ പെർഫെക്ഷനിലേക്കുള്ള യാത്രയാവണം ജീവിതമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് അർത്ഥം ബോധപ്പെടുമല്ലോ. അപ്പോൾ നമ്മുടെ ക്രിസ്തു ഭാഗവതം എന്ന കൃതി തന്നെ ഒരു പെർഫെക്ഷനിലേക്കുള്ള ഒരു യാത്രയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ഗുഡ്നസ് ടിവിയിലെ എല്ലാ മാന്യ പ്രേക്ഷകരെയും ഞങ്ങൾ ഭർഗോ ദേവസ്യ ധീമഹി എന്ന് പേരിട്ട് വിളിക്കുന്ന ക്രിസ്തു ഭാഗവത ചർച്ചയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. എന്നത്തെയും പോലെ ഇന്നും നമുക്കൊപ്പം സണ്ണിയച്ചനുണ്ട്. പി.സി. ദേവസ്യ സാറിൻ്റെ നേരിട്ടുള്ള ശിഷ്യനും മിത്രവും കാഞ്ഞിരപ്പള്ളി രൂപതാംഗവും സംസ്കൃത അധ്യാപകനും ഒരു പൊതുപ്രവർത്തകനും എൻ്റെ മാന്യ സുഹൃത്തുമായ സണ്ണി കുരുവിള മണിയാക്കുപാറ എന്ന സണ്ണിയച്ചനെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ക്രിസ്തു ഭാഗവതത്തിലെ തിരഞ്ഞെടുത്ത ശ്ലോകങ്ങൾ ഗാനാത്മകമായി പാടിത്തരാൻ കാവ്യ വിനോദ് എന്ന ഗവേഷണ വിദ്യാർത്ഥി നമുക്കൊപ്പമുണ്ട്. കാവ്യയെയും ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഒരു നുറുങ്ങ് പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡും ആരംഭിച്ചത്. അദ്ദേഹത്തിൻ്റെ മകൻ പിതാവുമായി നടത്തിയ ഒരു സംഭാഷണത്തിൽ ഒരു സംഗതി പൊന്തി വരുന്നുണ്ട്. പെർഫെക്ഷൻ എന്ന സംഗതി, പരിപൂർണത എന്ന സംഗതി. അത് വിൻസ് ലോംബാർഡി എന്ന ഒരു അമേരിക്കൻ കോച്ച്, ഫുട്ബോൾ കോച്ച് വളരെ മനോഹരമായിട്ട് പണ്ടേ പറഞ്ഞു വെച്ചിട്ടുണ്ട്.
പെർഫെക്ഷൻ എന്നത് നമുക്ക് ഒരിക്കലും കൈവരിക്കാനാകില്ല. പക്ഷേ എന്ന് വെച്ച് പെർഫെക്ഷൻ നമ്മൾ അത് വിട്ടൊഴിയരുത്. അതാണ് നമ്മൾ അനുധാവനം ചെയ്യേണ്ടത്. നമ്മൾ ഉത്കൃഷ്ടത നമ്മൾ കൈവരിക്കുമെന്ന്. അപ്പോൾ പറഞ്ഞപ്പോഴാണ് ബൈബിളിൽ ക്രിസ്തു പറയുന്നത്. അത് നമ്മൾ കേട്ട് കഴിഞ്ഞാൽ ഇത് എങ്ങനെ പ്രായോഗികമാണെന്ന് തോന്നുന്നു. അതെ അതെ, നിങ്ങൾ സ്വർഗസ്ഥനായ പിതാവിനെ പോലെ അതെ പരിപൂർണരായിരിക്കും, ആസ് പെർഫെക്റ്റ് ആസ് ദി ഹെവൻലി ഫാദർ. അതെ 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 അതെ, അതാണ് ഞാൻ ഓർത്തത്. നമ്മളിപ്പോൾ ഗിരിപ്രഭാഷണമാണല്ലോ ചർച്ചയ്ക്ക് വിധേയമാക്കി വരുന്നത്. അതിലെ ഒരു ഘട്ടത്തിൽ ഈ സംഗതി പറയുന്നുണ്ട്. സ്വർഗസ്ഥനായ പിതാവിന് മാത്രമല്ല പെർഫെക്ഷൻ എന്നല്ലല്ലോ പറയുന്നത്. സ്വർഗസ്ഥനായ പിതാവ് എങ്ങനെ പരിപൂർണനോ അങ്ങനെ നിങ്ങളും പരിപൂർണരാകുവിൻ എന്നാണ് നിർദ്ദേശം. അതിനുള്ള വഴികളുമാണ് നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതെ, തീർച്ചയായും. അപ്പോൾ ഒരു പെർഫെക്ഷനിലേക്കുള്ള യാത്രയാവട്ടെ നമ്മുടെ ജീവിതമെന്ന് സ്വയം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഗിരിപ്രഭാഷണത്തിലേക്ക് കടക്കാം. നമ്മൾ ഏതാനും ശ്ലോകങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു കഴിഞ്ഞു. ഇവിടെ നമ്മുടെ ഈ സഹോദരനോട് ദേഷ്യപ്പെടുക പോലും അരുത്, സഹോദരനെ മൂഢ എന്ന് വിളിക്കുക പോലും അരുത് എന്നിടത്തോളം യേശു പറഞ്ഞു. നിങ്ങൾ കൊല്ലരുത് എന്നല്ല പറയേണ്ടത് എന്ന് പ്രാചീനന്മാർ പറഞ്ഞത് നിങ്ങൾക്കറിയാമല്ലോ. അതിൽ കൂട്ടിച്ചേർക്കലുകൾ നടത്തി ഒരു തുടക്കം തന്നെ അവിടെ പിഴയ്ക്കരുത് എന്ന്. കാരണം ഈ ഒരു മൂഢ എന്ന വിളിയും ഈ ദേഷ്യപ്പെടലും ഒക്കെയാവും അവസാനം നമ്മൾ കണ്ടു, അവസാനം ഒരു കൊലപാതകത്തിൽ ചെന്ന് അവസാനിക്കുന്നത്. മുളയിലെ നുള്ളിക്കളയുക എന്ന പ്രക്രിയയാവണം ഇവിടെ യേശു മുന്നോട്ട് വെക്കുന്നത്. തുടർന്ന് വരുന്ന ശ്ലോകമാണ് നമ്മൾ ഇന്ന് ചർച്ചയ്ക്ക് വിധേയമാക്കുന്നത്. കാവ്യ നമുക്കായിട്ട് അടുത്ത ശ്ലോകം ആലപിച്ചു തരും. ത്വയോപഹാരേ സമുപാഹൃദേ യദി സ്മരസ്യഥ ഭ്രാതൃവിരുദ്ധതാം ഹൃതി വിഹായ വേദ്യാം തമശേഷമഗ്രേ ഗച്ഛാമുനാ ത്വം പ്രഥമം മിലിത്വാ തതഃ പരാവൃത്യ നിജോപഹാരം നിവേദയസ്വാത്മനി ശാന്തിയുക്തഃ. അച്ഛാ, ഒരു രസകരമായ സംഗതിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ശ്ലോകത്തിലേത്. ഒന്ന് പിരിച്ചു വായിച്ചേക്കാം ആദ്യം. ത്വയാ ഉപഹാരേ സമുപാഹൃതേ യദി സ്മരസി അഥ ഭ്രാതൃവിരുദ്ധതാം ഹൃദി വിഹായ വേദ്യാം തം അശേഷം അഗ്രേ ഗച്ഛ അമുനാ ത്വം പ്രഥമം മിലിത്വാ തതഃ പരാവൃത്യ നിജോപഹാരം നിവേദയ സ്വാത്മനി ശാന്തിയുക്തഃ എന്ന്. നീ എനിക്ക് ബലിവസ്തു കൊണ്ടുവന്ന ശേഷം, ഈശോ പറയുകയാണ്, നീ ബലിവസ്തു കൊണ്ടുവന്ന ശേഷം നിനക്കൊരു ഓർമ്മ വരുന്നു, സഹോദരന് നിന്നോട് വിരോധമുണ്ട് എന്ന ഓർമ്മ നിനക്കപ്പോൾ വരികയാണെങ്കിൽ നീ എന്താണ് ചെയ്യേണ്ടത് എന്ന് ഒരു രസകരമായി തന്നെ പറയുന്നു എന്ന് ഞാൻ പറയട്ടെ. അദ്ദേഹം പറയുന്നു, ആ ബലിവസ്തു മുഴുവനും നീ വേദിയുടെ മുൻപിൽ വെച്ചേച്ച് നീ നേരെ ചെന്ന് അവനുമായി അനുരഞ്ജിക്കുക, രമ്യതപ്പെടുക, അതിനുശേഷം മതി നീ എനിക്ക് ബലിയർപ്പിക്കുവാൻ എന്ന്. അപ്പോൾ ഇവിടെ കേൾക്കുമ്പോൾ ഒരു ചിരി പോലും നമുക്ക് ഈ ചുണ്ടിൽ വരുത്തുന്ന, മനസ്സിൽ വരുത്തുന്ന ഒരു സംഗതിയാണ്. ഇവിടെ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് ഇത്, അല്ലെങ്കിൽ എന്നെ പോലെയുള്ള ഏതൊരു വായനക്കാരനെയും കൂടുതൽ ആകർഷിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ വിരോധം ആർക്കാണ് എന്നതിലാണ്. ഇവിടെ എനിക്കല്ല വിരോധം എൻ്റെ സഹോദരനോട്, സഹോദരനാണ് എന്നോട് വിരോധം. ഇപ്പോൾ ഈശോ പറയുന്നു, എനിക്ക് എൻ്റെ സഹോദരനോട് വിരോധമുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അവൻ്റെ അടുക്കൽ ചെന്ന് രമ്യതപ്പെടേണ്ടതുണ്ട്. പക്ഷെ വിരോധം അവന് എന്നോടാണെന്നിരിക്കെ എങ്കിൽ പോലും ഞാൻ അങ്ങോട്ട് ചെന്ന് അവനോട് രമ്യതപ്പെടണം എന്ന. അപ്പോൾ അത്രയും ഒരു സഹിഷ്ണുതയും സ്നേഹവും സൗമനസ്യവും ഒക്കെയാണ് അദ്ദേഹം ഇതിലൂടെ നമ്മോട് ചെയ്യാൻ ആവശ്യപ്പെടുന്നത്. ഇവിടെ സഹോദരനെ മൂഢനെന്ന് വിളിക്കുന്നവൻ നരകാഗ്നിയിൽ ശിക്ഷിക്കപ്പെടുമെന്ന് പറഞ്ഞേച്ചാണ് അദ്ദേഹം ഇത് തുടർന്ന് പറയുന്നത്. അതിനുശേഷം നീ എനിക്ക് ബലിവസ്തു അർപ്പിക്കുവാൻ, എനിക്ക് ബലിവസ്തു അർപ്പിക്കുന്നതിലും പ്രധാനമാണ് നീ നിന്റെ സഹോദരനെ മൂഢ എന്ന് വിളിക്കാതിരിക്കുന്നതും അവനോട് കോപിക്കാതിരിക്കുന്നതും. അവന് നിന്നോട് വിരോധമുണ്ടെങ്കിൽ നീ അങ്ങോട്ട് ചെന്ന് ആ വിരോധം പറഞ്ഞു തീർത്ത് രമ്യതയിലെത്തേണ്ടതുമൊക്കെ അതിലും ഈ ബലിവസ്തു അർപ്പിക്കുന്നതിലും എത്രയോ പ്രധാനമാണ് എന്ന് ഈ ഉള്ളിൽ
ഈ ചിരി ഉണർത്തിക്കൊണ്ടായിരിക്കണം ഈശോ ഇത് പറഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നു. അച്ഛൻ്റെ അഭിപ്രായത്തിലേക്ക്. ഇതിൻ്റെ അകത്ത് വാസ്തവത്തിൽ ക്രിസ്തുവിൻ്റെ ഒരു വിപ്ലവകാരിയായിട്ട് പലരും കാണുന്നുണ്ട്. ചിലരുടെ ഒരു വിമർശനമുണ്ട്, ക്രിസ്തുവിൻ്റെ സന്ദേശത്തിൻ്റെ മൂർച്ച ഒടിച്ചു കളഞ്ഞു. ഇത് വളരെ മൂർച്ചയേറിയ ഒരു വാക്കുകളാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഈ നമ്മൾ റിച്വലിസമായിട്ട് കണക്ട് ചെയ്യുമ്പോഴാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യും, ദൈവത്തിന് മുമ്പാകെ ഭയങ്കര ബഹുമാനവും ആരാധനയൊക്കെ ആയിരിക്കും, സഹോദരനോട് യാതൊരു സ്നേഹം കാണത്തില്ല. അപ്പോൾ അവിടെ റിച്വലിസത്തിന് എതിരായിട്ടാണ്. ഇതും 25-ാമത്തെ മത്തായിയുടെ സുവിശേഷം കൂടെ ഒരുമിച്ച് വായിക്കുമ്പോഴാണ് നമുക്കതിൻ്റെ ക്രിസ്തുവിൻ്റെ സന്ദേശത്തിൻ്റെ വിപ്ലവാത്മകത നമുക്ക് മനസ്സിലാവും. അതായത് അവസാനത്തെ വിധിയുടെ സമയത്ത് ഒന്നും ചോദിക്കുന്നില്ല, നീ കുർബാന കണ്ടോ, ബൈബിൾ വായിച്ചോ, ഒന്നും ചോദിക്കുന്നില്ല. ഈ ശരിക്കും പറഞ്ഞാൽ ഈ സഹോദര സ്നേഹമാണ് അവിടെ കണ്ടിട്ടിരിക്കുന്നത്. ഈ വിശക്കുന്നവനും എല്ലാം കൊടുത്തോ, ദാഹിക്കുന്നവെല്ലാം കൊടുത്തോ, കാരാഗ്രഹത്തിലായിരുന്നോ, നീ പോയി കണ്ടോ. അപ്പോൾ എത്തിക്സാണ്. സഹോദര സ്നേഹത്തിലെ അടിസ്ഥാനമായിട്ടുള്ള ഒരു ധാർമ്മികതയ്ക്കാണ് ക്രിസ്തു പ്രാധാന്യം കൊടുക്കുന്നത്. അതേസമയം റിച്വലിസം വേണ്ടെന്ന് പറയുന്നില്ല, ബലി അർപ്പിക്കേണ്ടെന്ന് പറയുന്നില്ല, ബലി അർപ്പിക്കേണ്ടെന്ന് പറയുന്നില്ല. അതായത് അതിനെ മുഴുവൻ പുറന്തള്ളുന്നൊരു വിപ്ലവമല്ല. അവിടെ ആ ബലിയെ പൂർണ്ണതയിലേക്ക് ക്രിസ്തു കൊണ്ടുവരികയാണ്. വാസ്തവത്തിൽ ഞങ്ങളുടെ ക്രിസ്തീയ ദിവ്യബലി എന്ന് കുർബാന യൂക്കരിസ്റ്റ് എന്ന് പറയുന്നത് സ്ഥാപിച്ചിരിക്കുന്നത് സിയോൻ ഊട്ടുശാലയെ വെച്ചാണ്. അപ്പോൾ അവിടെ ശരിക്കും പറഞ്ഞ ഒരു പുരോഹിതൻ്റെ കൂട്ട് കർത്താവ് ശിഷ്യന്മാർക്ക് അപ്പവും മീഞ്ഞും എല്ലാം കൊടുക്കുകയാണ്. പക്ഷേ അത് ശരിക്കും ആ കുർബാന നടക്കുന്നത് ഗാഗുൽത്താമലയിൽ. ഇത് രണ്ടും വേണ്ടെന്ന് പറയുന്നില്ല. ക്രിസ്തു എന്ന ഊട്ടുശാലയിൽ അത് ആരാധനയ്ക്ക് സ്ഥാനമില്ലായിരുന്നെങ്കിൽ ഊട്ടുശാലയിലെ ആ പരിപാടി വേണ്ടാന്ന് വെച്ചിരിക്കും. അവിടെ വെച്ച് പ്രതീകാത്മകമായിട്ട് നടത്തുന്നു, അത് ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത് ഗാഗുൽത്താമല എന്ന് പറഞ്ഞതുപോലെ ബലിയുടെ വാസ്തവത്തിൽ സഹോദര സ്നേഹത്തിൽ അവസാനിക്കേണ്ടതാണ്, അല്ലാതെ നേരെ തിരിച്ചുള്ളത് വേണ്ട. ഒന്നാം സ്ഥാനം സഹോദര സ്നേഹം, രണ്ടാം സ്ഥാനമാണ് ബലിയുടെ ചൈതന്യം എന്താണെന്ന് കാണിച്ച് വളരെ വിപ്ലവാത്മകമായിട്ടുള്ള സംഗതിയാണ്. ഇത് എല്ലാ മതങ്ങളിലും ഉണ്ടാകാവുന്നൊരു പ്രശ്നമാണ് റിച്വലിസം എന്ന് പറഞ്ഞാൽ നമ്മൾ വലിയ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമാണ് സഹോദര സ്നേഹം തൊട്ട് വെച്ചിട്ട്. അതിലും വലുതാണ് സ്നേഹം എന്നതാണ് ഇവിടുത്തെ. സഹോദര സ്നേഹത്തെ ഉദ്ദീപിക്കേണ്ടതാകണം നമ്മുടെ ആരാധനകളെല്ലാം എന്നുള്ള ഒരു വലിയൊരു വിപ്ലവാത്മകമായ സന്ദേശമാണ് ഇതിനകത്ത്. അച്ഛാ, നമ്മുടെ ഈ ശ്ലോകത്തിലെ അവസാനത്തെ പദത്തിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുകയാണ്. ഈ ശ്ലോകം തീരുന്നത് ശാന്തിയുക്ത എന്ന വാക്കോട് കൂടിയാണ്. അതിൻ്റെ അന്വയം എങ്ങനെയാണെന്ന് വെച്ചാൽ, ആ ബലിവസ്തു മുഴുവനും നീ വേദിയുടെ മുൻപിൽ വെച്ചേച്ച് അവനുമായി രമ്യതപ്പെട്ടതിന് ശേഷം തിരിച്ചു വന്ന് ബലിയർപ്പിക്കുക എന്ന് പറയുന്നുണ്ടല്ലോ. അത്രയേ ഉള്ളൂ ബൈബിളിൽ. ദേവസ്യ സാർ അവിടെ ഒരു പദം നിവേശിപ്പിക്കുന്നുണ്ട്. ആ പദം ശാന്തിയുക്ത എന്ന പദമാണ്. അതിൻ്റെ മലയാളം നമുക്ക് പറയാമല്ലോ, മനസ്സമാധാനത്തോടെ. അപ്പോൾ നിനക്കതിലൂടെ കിട്ടുന്നത് എന്താണെന്ന് വെച്ചാൽ മനസ്സമാധാനമാണ്. കാരണം ആ നിന്റെ സഹോദരനായിരുന്നു നിന്നോട് വിരോധമുണ്ടായിരുന്നത്. നീ അത് പരിഹരിച്ചപ്പോൾ നിനക്ക് മനസ്സമാധാനം കിട്ടി. അപ്പോൾ മനസ്സമാധാനത്തോടു കൂടി നിനക്ക് എനിക്ക് ബലി അർപ്പിക്കാമല്ലോ എന്ന്. അപ്പോൾ അവിടെ ആ വാക്ക് ബൈബിളിൽ ഇല്ലെങ്കിൽ പോലും ഒരു 100 വട്ടം നമ്മളെ കൊണ്ട് സമ്മതിപ്പിക്കുമാറ് ബൈബിൾ വിരുദ്ധത ലവലേശം പോലും ഇല്ലാതെ ബൈബിൾ സമ്മതിയോടുകൂടി ആ വാക്ക് അദ്ദേഹം നിവേശിപ്പിച്ചിട്ടുണ്ട്. ഇതിൽ ഒരു കാര്യം കൂടെ നമ്മൾ പലപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമാണ്. ഇവിടെ ഗിരിപ്രഭാഷണത്തിൻ്റെ അകത്ത് ദൈവശാസ്ത്ര നല്ലൊരു വിവർത്തകമാണ്. അതോടൊപ്പം തന്നെ ദൈവശാസ്ത്രജ്ഞനും കൂടെ ആയിരുന്നു നമ്മൾ പറയേണ്ടത്. ആ ഒരു കൂട്ടിച്ചേർക്കൽ നടത്തണമെന്നുണ്ടെങ്കിൽ ഇതിനെ ആഴ്ത്തി മനസ്സിലാക്കിയതിന് ശേഷമേ അതങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നല്ലൊരു ദൈവശാസ്ത്രജ്ഞനും കൂടെയാണ്. അത്രയും ജീവിതത്തിൻ്റെ വളരെ പക്വമായൊരു കാലഘട്ടത്തിലാണ് ഇത് എഴുതുന്നത്. അപ്പം ജീവിതം എന്താണെന്ന് കണ്ടു, അനുഭവിച്ചു, സുഹൃത്തുക്കളോടെ കടന്നുപോയി, ഒത്തിരി വഴക്കുകൾ പലരുടെയും കണ്ടു. അപ്പോൾ അതിൻ്റെ ആ അനുഭവജ്ഞാനവും കൂടെയാണ് ഇങ്ങനത്തെ ചില വാക്കുകൾ കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നത്. അതെ. അപ്പോൾ അവന് കിട്ടുക ഒരു മനസ്സമാധാനമാണല്ലോ. അപ്പോൾ മനസ്സമാധാനത്തോടു കൂടി നിനക്ക് കൂടുതൽ നന്നായി എനിക്ക് ബലിയർപ്പിക്കാനാകും എന്നായിരിക്കണം ഈശോ ഉദ്ദേശിക്കുന്നത് എന്ന് തോന്നുന്നു. നമുക്ക് അടുത്ത ശ്ലോകത്തിലേക്ക് കൂടി കടക്കാം. അത് മറ്റൊരു സംഗതി, ഇതുമായി ബന്ധപ്പെട്ടത് തന്നെയാണ്. മറ്റൊരു സംഗതിയിലേക്ക് നമ്മെ കൊണ്ടുചെല്ലുന്നൊരു ശ്ലോകമാണ്. യഥാ ശരണ്യാം എന്നാരംഭിക്കുന്നൊരു ശ്ലോകമാണ്. അത് കാവ്യ നമുക്കായിട്ട് ആദ്യം ആലപിച്ചു തരും. യഥാ ശരണ്യാമഭിയോഗിനാ സഹ ത്വം വർത്തസേ ചിത്തമദം വിനാ തഥാ തസ്യാനുകൂലോ ഭവതദ്വിപര്യയേ നിക്ഷേപ്സ്യസേ ബന്ദിഗൃഹേ ത്വമന്തതഃ. അച്ഛാ, ഈ ശ്ലോകം ഒന്ന് വ്യക്തമാക്കാം.
ഒന്ന് പിരിച്ചു പറയാം. യഥാ സരണ്യാം അഭിയോഗിന സഹ ത്വം വർത്തസേ ചിത്തമതം വിനാ തഥാ തസ്യ അനുകൂലോ ഭവ തത് വിപര്യയെ നിക്ഷേപ്സ്യസേ ബന്ദിഗൃഹേ ത്വം അന്തതഃ. പശ്ചാത്തലം എന്താണെന്നാണെങ്കിൽ ഒരു ഇരുപേർ തമ്മിൽ വഴക്കിട്ടു. അവിടെ കോടതിയിലേക്ക് വ്യവഹാരം ചെല്ലുകയാണ്. അപ്പോൾ ഈശോ അയാളോട് പറയുന്നു, നീ ഇത് വഴിയിൽ വെച്ചു തന്നെ അയാളുമായിട്ട് രമ്യതയിൽ എത്തിച്ചേരണം എന്ന്. അപ്പോൾ നമ്മൾ ഇന്നത്തെ കാലത്ത് പറയുന്ന ഈ ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെൻറ്റ്, അത് പണ്ടേ ഈശോ വ്യക്തമായ വാക്കുകളിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട് എന്നർത്ഥം. അത് അന്വയം എങ്ങനെയാണ്? എപ്പോൾ നീ വഴിയിൽ അത് ഒരു അവസരമായി നീ പ്രയോജനപ്പെടുത്തുക. നീ കോടതിയിലെത്തിയിട്ടില്ല നിങ്ങൾ ഇരുവരും, വഴിയിലാണ് നിങ്ങളിപ്പോൾ. ആ വഴിയിൽ വെച്ചു തന്നെ, അതാണ് സരണി എന്ന് വെച്ചാൽ മാർഗം, വഴി. ആ വഴിയിൽ വെച്ചു തന്നെ നീ അത് തീർത്തുകൊള്ളണം, അവനുമായി രമ്യതയിൽ എത്തിക്കൊള്ളണമെന്ന ഒരു താക്കീത് പോലെയാണ് പറയുന്നത്. അഭിയോഗിനാ സഹ, നീ നിൻ്റെ പ്രതിയോഗിയോട് നിൽക്കുമ്പോൾ നീ അവന് തസ്യ അനുകൂലഹ ഭവ, നീ അവന് രമ്യതപ്പെടുക. അവിടെയും ഒരു വാക്ക് നമ്മൾ കഴിഞ്ഞതിൽ ശാന്തിയുക്ത കണ്ടതുപോലെ ഇവിടെയും ദേവസ്യ സാറ് കൃത്യമായ വാക്ക് നിവേശിപ്പിച്ചിട്ടുണ്ട്. എന്താണ് നിന്നെ തടയുന്നത്? അതായത് നിന്നെ അവനുമായി രമ്യതപ്പെടുന്നതിൽ നിന്ന് എന്താണ് നിന്നെ തടയുന്നത്? ഈ കോടതിയിലേക്ക് വ്യവഹാരം എത്താതെ നോക്കുന്നതിൽ നിന്ന് നിന്നെ എന്താണ് തടയുന്നത്? തടയുന്നത് ചിത്തമതമാണ്, അത് ഈഗോവാണ്. ആ ചിത്തമതം കളഞ്ഞേച്ച് നീ അവനുമായി രമ്യതപ്പെടുക എന്ന് പിന്നെ ഒരു താക്കീത് കൂടി നടത്തുന്നുണ്ട്. അത് വളരെ വിശദമായിട്ടുണ്ട് ബൈബിളിൽ. ദേവസ്യ സാർ അതിനെ ഒന്ന് ചുരുക്കി ഇങ്ങനെ പറഞ്ഞു, തത് വിപര്യയെ, അതിന് വിരുദ്ധമായാൽ അന്തതഃ, ഒടുക്കം, അവസാനം, ത്വം ബന്ദിഗൃഹേ നിക്ഷേപ്സ്യസേ, നീ കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ടേക്കാം എന്ന് ബൈബിളിൽ കുറെ കൂടി വിശദമായിട്ടുണ്ട്. അതായത് ഇവിടെ ഈ ഭാഗത്ത് മാത്രം, അതായത് നീ പ്രതിയോഗിയോട് വഴിക്ക് വെച്ചു തന്നെ രമ്യതപ്പെട്ടുകൊള്ളുക, അല്ലെങ്കിൽ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ബൈബിളിൽ പറയും, പ്രതിയോഗി നിന്നെ ന്യായാധിപൻ സേവകനും ഏൽപ്പിച്ചു കൊടുക്കും, അങ്ങനെ നീ കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെടും. അത് ദേവസ്യ സാർ അന്തതഃ എന്നൊരു വാക്കുകൊണ്ട് അതിനെ സംക്ഷേപിച്ചു കളഞ്ഞു. ഒടുക്കം നീ, അവസാനം എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ നീ കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ടേക്കാം. അപ്പോൾ അവിടെയും ഒരു താക്കീതാണ്. അങ്ങനെ വ്യത്യസ്തമായ കുറേ ശ്ലോകങ്ങളാണ് നമ്മളിവിടെ കണ്ടുവരുന്നത്. എല്ലാത്തിലും ഈ സ്നേഹം എന്ന ഒരു അടിസ്ഥാനമായ വികാരമാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത് എന്ന് തോന്നുന്നു. ചിത്തമതം എന്നുള്ള പ്രയോഗം വളരെ രസകരമായിട്ടുണ്ട്. വാസ്തവത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരും വട്ടാന്നല്ലേ മതം എന്ന് പറഞ്ഞാൽ, മതം പൊട്ടുക എന്നൊക്കെ തീർച്ചയായും ഇങ്ങനെയുള്ള സഹോദരങ്ങളുള്ള വഴക്കും അതിൻ്റെ പേരിൽ വ്യവഹാരങ്ങൾ നടത്തുന്നതും അതിൻ്റെ പേരിൽ ജയിലിൽ പോയി കിടക്കുന്നതും ഇതൊക്കെ ഒരു വട്ടാണ് എന്നുള്ള ഒരു സൂചനയാണ്. അതല്ല മനുഷ്യൻ ചെയ്യേണ്ടത്. ചിത്തശുദ്ധിയോടുകൂടി സ്നേഹത്തോടുകൂടി പെരുമാറണം എന്നുള്ളൊരു സൂചനയാണ്. എനിക്കിവിടെ തോന്നുന്ന ഒരു ആശയം കൂടി ഒന്ന് പങ്കുവെക്കട്ടെ. ഈ സംഗതിയിൽ നമ്മളിപ്പോൾ വായിച്ചു തീർത്ത ഈ സംഗതിയെക്കുറിച്ച് പറയുമ്പോൾ ഇതൊരു ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെൻ്റ് ആണ് ഈശോ നിർദ്ദേശിക്കുന്നത് എന്ന് നമ്മൾ കണ്ടുവല്ലോ. അപ്പോൾ ഇവിടെ ഒരു നീതിയാണ് നമ്മൾ കാണുന്നത്. നീതി മാത്രമാണോ? അല്ല, അവിടെ ധർമ്മവും കൂടി കാണുന്നുണ്ട്. അതായത് അതൊന്ന് വിശദമാക്കിയാൽ, ധർമ്മം, നീതി എന്നീ രണ്ട് പദങ്ങൾ നമ്മൾ പര്യായങ്ങളായി ഉപയോഗിക്കാറുണ്ടെങ്കിലും അവയ്ക്ക് തമ്മിൽ കൃത്യമായ വ്യത്യാസമുണ്ടെന്നു കാണാം. ഇപ്പോൾ ഒരു ലഘുവായ ഉദാഹരണം പറഞ്ഞാൽ, ഒരു നാട്ടിൽ ഈ അമ്മയെ തല്ലുന്നത് നിയമമാക്കി എന്ന് വിചാരിക്കുക. അവിടെ അത് നീതിയാണ്, നിയമമാണ്. പക്ഷേ ഒരിക്കലും അത് എന്താവില്ല, ധർമ്മമാവില്ല. അപ്പോൾ ധർമ്മം എന്നത് എല്ലാ കാലത്തും എല്ലാ ദേശത്തും കാലദേശാവസ്ഥകൾക്കൊക്കെ അതീതമായ ഒന്നാണ് ധർമ്മം എന്നത്. നീതി അല്ലെങ്കിൽ നിയമം അങ്ങനെയല്ല. ഇവിടുത്തെ നിയമമല്ല സൗദി അറേബ്യയിലേത്, അതല്ല അമേരിക്കയിലേത്. അത് ദേശമനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും, കാലമനുസരിച്ചും മാറും. ഇന്നത്തെ നിയമമല്ല നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇന്ത്യയിലേത്, ഇന്നത്തെ നിയമമല്ല മറ്റൊരു കാലത്ത് ഇന്ത്യയിലേത് വരാൻ പോകുന്നത്. അപ്പോൾ കാലദേശങ്ങളനുസരിച്ച് നീതി മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഈ നീതിയും, അതായത് നിയമവും ധർമ്മവും, ഈ ധർമ്മനീതികൾ ഒരുമിച്ച്
കൊണ്ടുള്ള ഒരു ഉപദേശം വളരെ കഠിനമാണല്ലോ. അതാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. സാറ് പറഞ്ഞില്ലേ, ഇത് ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെന്റ് ആണ്. നമ്മൾ നേരെ തിരിച്ച് ചിന്തിക്കുകയാണെങ്കിൽ ഗോഡ്സ് ഓൺ കോർട്ടിലെ സെറ്റിൽമെന്റ് ആണ്. ഗോഡ്സ് ഓൺ കോർട്ടിൽ സാറ് പറഞ്ഞവരെയാണ്. അവിടെ ധാർമ്മികതയാണ് മുന്നോട്ട് നയിക്കുന്നത്. ഈ നിയമം ചിലപ്പം പ്രദേശശൂന്യമായിരിക്കും. അതേസമയം ധാർമ്മികതയാണ് അവിടെ. ഗോഡ്സ് ഓൺ കോർട്ട് എന്ന് പറയാൻ കാരണം നിയമം എന്ന് പറയുമ്പം മുഖം നോക്കാതെ ഒരു വേറെ യാതൊരു നോട്ടവും ഇല്ല, നിയമം വെച്ച് മാത്രമല്ല. ക്രിസ്തു ദൈവത്തിൻ്റെ അവിടെ കാരുണ്യവും കൂടെ കലരും, നീതിയോടൊപ്പം കാരുണ്യവും കൂടെ കലരുമ്പോഴേക്കും ഒത്തിരി വ്യത്യാസം വരും. അതുകൊണ്ട് ഗോഡ്സ് ഓൺ കോർട്ടിലെ സെറ്റിൽമെന്റ് ആണ്, അങ്ങനെയും പറയാം. അപ്പോൾ ഇത് നീ നിന്റെ പ്രതിയോഗിയോട് രമ്യതപ്പെടുക എന്ന് പറയുമ്പോൾ അവിടെ ഒരു നയമാണ്, അതാണ് ഞാൻ നീതി എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിച്ചത്. പക്ഷെ അതിന് അടിത്തറയിൽ എന്തുണ്ടെന്ന് വെച്ചാൽ സ്നേഹമാണ്. ആ സ്നേഹം ധർമ്മമാണ്. അപ്പോൾ ഇവിടെ ധർമ്മവും നീതിയും കൂടി ഈ ഉപദേശത്തിലും മുമ്പ് പറഞ്ഞ ആ സഹോദരനെ നീ മൂഢ എന്ന് പോലും വിളിച്ചു പോകരുത്, നീ സഹോദരനോട് നീ രമ്യതപ്പെട്ടിട്ട് വേണം നീ എനിക്ക് വന്ന് ബലി അർപ്പിക്കുവാൻ എന്നൊക്കെ പറയുന്ന ആ സന്ദർഭങ്ങളിലും തുടർന്ന് വരുന്ന സന്ദർഭങ്ങളിലും തന്നെ ഈ എല്ലാ ഉപദേശങ്ങളിലും തന്നെ വളരെ വിരളമായ ഒരു സംഗതി നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അത് ഈ ധർമ്മനീതികളുടെ ഒരു അപൂർവമായ മേളനമാണ്. വീണ്ടും ആവർത്തിക്കട്ടെ, ഇവിടെ ഈ ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെൻറ്റ് അതിന് ശുപാർശ ചെയ്യുന്നത് അതൊരു നയത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ അടിസ്ഥാനമായിട്ട് അവിടെ സ്നേഹമെന്ന വികാരമാണ്. അതുകൊണ്ടാണ് ഇവിടെ ധർമ്മവും നീതിയും രണ്ടും ഇത്തരം ഉപദേശങ്ങളിൽ അതിവിരളമായിട്ട് മേളിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ക്രിസ്തു ഭാഗവതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. നമുക്ക് ഒട്ടേറെ സ്റ്റഡി ചെയ്ത് മാത്രം നമുക്ക് എന്തെങ്കിലുമൊക്കെ ആർക്കും പറയാൻ സാധിക്കുന്ന ഒരു ഭാഗത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഗിരിപ്രഭാഷണം 2 അധ്യായങ്ങളിലായിട്ട് വ്യാപിച്ചു കിടക്കുന്ന ഗിരിപ്രഭാഷണത്തിൽ ഇനിയും ഒട്ടേറെ രസകരവും ഉപയോഗപ്രദവുമായ ശ്ലോകങ്ങളുണ്ട്. അത് നമുക്ക് വരും എപ്പിസോഡുകളിൽ കാണാം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത ആ 2 ശ്ലോകങ്ങൾ കവി നമുക്കായിട്ട് ആലപിച്ചു തരും. അതോടുകൂടി നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് പരിസമാപ്തിയിലെത്തിക്കാം. വിഹായ വേദ്യാം തമശേഷമഗ്രേ ഗച്ഛാമുനാ ത്വം പ്രഥമം മിലിത്വാ തതഃ പരാവൃത്യ നിജോപഹാരം നിവേദയസ്വാത്മനി ശാന്തിയുക്തഃ യദാ ശരണ്യാമഭിയോഗിനാ സഹ ത്വം വർത്തസേ ചിത്തമദം വിനാ തദാ തസ്യാനുകൂലോ ഭവതദ്വിപര്യയേ നിക്ഷേപ്സ്യസേ ബന്ദിഗൃഹേ ത്വമന്തതഃ. ഗുഡ്നസ് ടിവിയിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വാട്സാപ്പിലൂടെ ഞങ്ങളെ അറിയിക്കുക. അറിയിക്കേണ്ട നമ്പർ
9074576022.